ഇന്ന് വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. ഈ സംവിധാനം ഇവിടെ രൂപീകരിക്കുന്നത് മൺമറിഞ്ഞുപോയ സാത്വികന്മാരായ സംസ്കൃത ജമത്തുലമയുടെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും ഒക്കെ തന്നെ പങ്ക് വലിയതാണ്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ സാമ്പത്തികമായ അഭിവൃദ്ധിയോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഓരോ പ്രദേശങ്ങളിലും മൺമറിഞ്ഞുപോയ സാത്വികന്മാരായ പണ്ഡിതന്മാർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് അവിടെയൊക്കെ തന്നെ മാസങ്ങളും നീണ്ടു നിൽക്കുന്ന വലുത് പരമ്പരകൾ നടത്തി മദ്രസ സംവിധാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി മറാക്കളെയും സാധാരണക്കാരാളൊക്കെ തന്നെ ബോധവൽക്കരിച്ചുകൊണ്ടാണ് മദ്രസ സംവിധാനങ്ങൾ കെട്ടിപ്പടുത്തത്. പട്ടിണി കിടന്നിരുന്ന ആ സാഹചര്യത്തിലും മദ്രസ സംവിധാനത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി അവർ അകമഴിഞ്ഞ് സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. തൻ്റെ കുടുംബത്തിന് വേണ്ടി നീക്കിവെക്കുന്ന അരിയിൽ നിന്ന് പിടിയരിയായി മാറ്റിവെച്ച് അത് ലേലം പിടിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു പലയിടങ്ങളിലും മദ്രസകൾ നടന്നിരുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒരു പ്രദേശം മദ്രസകളിലൊക്കെ തന്നെ രൂപീകരിച്ചതും ആ മദ്രസ സംവിധാനത്തിൻ്റെ മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധ്യമായി. ഇന്ന് അല്ലാഹുവിൻ്റെ മഹത്താനുഗ്രഹത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകി. അതിന് കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് തന്നെ നമ്മുടെ മദ്രസ സംവിധാനം നവീകരിക്കാനും പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറ്റാനും ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മദ്രസ സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലഘട്ടമാണ്. അതിനനുസരിച്ച് കൊണ്ട് തന്നെ നമ്മുടെ മദ്രസ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഡിജിറ്റൽ ക്ലാസ് റൂമുകളൊക്കെ സംവിധാനിച്ച് അതിലൂടെയൊക്കെ തന്നെ മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സംവിധാനം സൗകര്യങ്ങളും വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളും വളരെ ശാസ്ത്രീയമായ രീതിയിൽ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് സംവിധാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് വിദ്യാഭ്യാസ ബോർഡ് സംവിധാനിച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം, ബാധ്യത. ഓരോ രക്ഷിതാവും ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് അവരുടെ മക്കൾക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകി അവരുടെ മക്കളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ വിശ്വാസികളാക്കി മാറ്റുക എന്നുള്ളത്. അത് ജോലി തിരക്കും വിജ്ഞാനക്കുറവും സമയക്കുറവത്തിന് കാരണം പല രക്ഷിതാക്കൾക്കും അത് സാധ്യമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി അവിടെ കഴിവുള്ള മാലിന്യങ്ങളെ നിയമിച്ച് അവരിലൂടെ ഈ സംവിധാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കിലോമീറ്റർ നടന്നുകൊണ്ടായിരുന്നു മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അടുത്തടുത്ത പ്രദേശങ്ങളിൽ നമുക്ക് മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും മുൻപിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തേണ്ടത് ഓരോ രക്ഷിതാവും ചെയ്യേണ്ട ബാധ്യതയാണ്. നമ്മുടെ മക്കളെ മതപരമായ വിദ്യാഭ്യാസം നൽകി അവർ വളർത്തുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. നമ്മുടെ മക്കൾ അതോടൊപ്പം പരീക്ഷണം കൂടിയാണ്, തിരിച്ചറിവ് നമുക്കുണ്ടാവും. നമ്മുടെ മക്കളെ ദീനി ബോധത്തോടു കൂടി വളർത്തി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാക്കി മാറ്റേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന് മതപരമായ വിദ്യാഭ്യാസം നൽകി അവർ വളർത്തുന്നവർ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇസ്ലാം വിജ്ഞാനത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആന്റെ പ്രഥമ വാക്യം തന്നെ അള്ളാഹുവിൻ്റെ അഭിപ്രായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയതിലൂടെ വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്നുള്ള വിശുദ്ധ ഖുർആന്റെ പ്രഥമ വാക്യം സൂചിപ്പിക്കുന്നത് ഇസ്ലാം വിജ്ഞാനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യത്തെയാണ്. അത് നിരവധി ആയത്തുകളും ഹദീസുകളും വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് കാണാൻ കഴിയും. വിജ്ഞാനമുള്ളവരും വിജ്ഞാനമില്ലാത്തവരും സമന്മാരാണോ വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട്, എല്ലാ വിജ്ഞാനത്തെയും കരസ്ഥമാക്കാൻ വേണ്ടി നമ്മെ പ്രചോദനം നൽകുന്നു. ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കാനും നിരീക്ഷണം നടത്താനും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ പറയുന്നത്. അപ്പോൾ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന എല്ലാ വിജ്ഞാനവും കരസ്ഥമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതാണ് അള്ളാഹുവിൻ്റെ അഭിപ്രായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പറഞ്ഞത്. ഉപകാരപ്രദമായ വിജ്ഞാനം എല്ലാ സ്ത്രീ പുരുഷന്മാർക്ക് നിർബന്ധമായ ബാധ്യതയായി കാണുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം.
ഉപകാരപ്രദമായ വിദ്യാർത്ഥിയാണ് ഇസ്ലാം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്. സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കാനും ഗുരുനാഥന്മാരെ ആദരിക്കാനും സമൂഹത്തോടും സമുദായത്തോടും പ്രതിബദ്ധതയുള്ള ഒരു ഉത്തമ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്ന വിദ്യാഭ്യാസ സംവിധാനത്തെയാണ് ഇസ്ലാം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്. ആ വിദ്യാഭ്യാസമാണ് മതപരമായ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മക്കൾക്ക് നൽകുന്നത്. തിരിച്ചറിവുള്ള വിദ്യാഭ്യാസം, നന്മയേത് തിന്മയേതെന്ന് വേർതിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാനുള്ള മനസ്സും ചിന്തയുമാണ് നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. ആ വിദ്യാഭ്യാസമാണ്, തിരിച്ചറിവ് വിദ്യാഭ്യാസമാണ് മദ്രസ സംവിധാനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് നൽകുന്നത്. ഇന്നത്തെ കാലഘട്ടം നേരത്തെ സൂചിപ്പിച്ച പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലഘട്ടമാണ്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ, കുതിച്ചുചാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ധാർമ്മികപരമായി സാംസ്കാരികപരമായി തകർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെയാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിദ്യാസമ്പന്നരായ തലമുറ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാതാപിതാക്കളെ കൊല ചെയ്യുന്ന മക്കളാൽ കൊല ചെയ്യുന്ന മാതാപിതാക്കൾ നയിക്കുന്ന കാലഘട്ടം. അത് വിദ്യാർത്ഥി സമൂഹത്തിൽ സംഘടനകൾ നടക്കുന്നു. അക്രമങ്ങൾ അത് കൊലപാതകത്തിലേക്ക് പോലും നയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മദ്യത്തിനും ലഹരിയിലും അടിമപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കുടുംബ വഴക്കിൻ്റെ പേരിൽ സംഘടനകളും കൊലപാതകം നടക്കുന്നു. നമ്മുടെ കേരളക്കരയിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരം തിന്മകൾ വർദ്ധിക്കാൻ കാരണം ധാർമ്മികപരമായ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്. ഇവിടെ സംവിധാനങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെ വെറുമൊരു ചടങ്ങ് മാത്രമാക്കി മാറ്റുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മക്കൾ വഴിതെറ്റുന്നത്. കാരണം 1-ാം ക്ലാസ്സിൽ ചേരുന്ന വിദ്യാർത്ഥികൾ 5-ാം ക്ലാസ് പൊതുപരീക്ഷ കഴിഞ്ഞാൽ പിന്നീട് മദ്രസയിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ്. പിന്നീട് 6-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് പൊതുപരീക്ഷ എഴുതി കഴിഞ്ഞാൽ എല്ലാ വിദ്യാഭ്യാസം കരസ്ഥമാക്കി കഴിഞ്ഞെന്ന രീതിയിൽ മദ്രസയിൽ നിന്ന് മാറി ഭൗതിക വിദ്യാഭ്യാസം മാത്രം കരസ്ഥമാക്കാൻ വേണ്ടി രക്ഷിതാക്കൾ താല്പര്യപ്പെടുന്നു. വിദ്യാർത്ഥികളും അതിന് ആഗ്രഹിക്കുന്നു. അതിൻ്റെയൊക്കെ ദുരന്തങ്ങളാണ് പലപ്പോഴും സാഹചര്യങ്ങളിലൂടെയും കൂട്ടുകെട്ടുകളിലൂടെയും മദ്യത്തിലേക്കും ലഹരിയിലേക്കും ഒക്കെ തന്നെ വഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്മയേത് തിന്മയേത് വേർതിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാനുള്ള ചിന്തയും മനസ്സും നൽകാൻ, അള്ളാഹുവിൻ്റെ അടിമകളാണ് നാം എന്നുള്ള പൂർണ്ണമായ വിശ്വാസം, ബോധവും നമ്മുടെ മക്കൾക്ക് നൽകാൻ മതപരമായ വിദ്യാഭ്യാസം വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. അതാണ് മദ്രസ സംവിധാനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹയർ സെക്കൻഡറി വരെ പഠിക്കാൻ സംവിധാനം നമ്മുടെ മദ്രസയിൽ ഉണ്ടാകുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതവിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റിയെടുക്കാതെ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മതപരമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി സംവിധാനത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ മക്കളെ മദ്രസയിൽ നിന്ന് മാറ്റേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ മക്കളിലൂടെ നമുക്ക് ഈ ലോകത്തും പരലോകത്തും സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കും. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, മതനിരാസവും ലിബറലിസവും സ്വന്തം ചിന്താഗതിയൊക്കെ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ തനിക്കും സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരമുള്ള മക്കളായി മാറാൻ, നാം മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലഹു അല്ലാഹു മഗ്ഫിർ ലഹ എന്ന് ഉള്ളുരുകി എന്ന് പ്രാർത്ഥിക്കുന്നവരായി മാറാൻ, ദാനധർമ്മങ്ങൾ നടത്തി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദിക്റും സ്വലാത്തും ഉരുവിട്ടുകൊണ്ട് അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി മാറണമെങ്കിൽ അവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകി അവരെ വളർത്തണം. അപ്പോൾ ഈ സംവിധാനത്തിലൂടെ വളർത്തുന്നതിലൂടെ അവർ അതിന് സാധ്യമാകും. അതുകൊണ്ട് ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളുടെ ദീനി വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം താല്പര്യപ്പെടണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. ധാരാളം ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്, ഉസ്താദൊക്കെ തന്നെ പ്രസംഗിക്കാനുണ്ട്. അതൊക്കെ തന്നെ അതുപോലെ തന്നെ വൈകുന്നേരം വളരെ വിപുലമായ രീതിയിലൂടെ പരിപാടി നടക്കാനൊക്കെ കിട്ടുന്ന എല്ലാം തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നാം പൂർത്തീകരിച്ചവരും ചെയ്യുമാറാവട്ടെ. ഈ മദ്രസ ഇവിടെ സംവിധാനിക്കുന്നതിന് വേണ്ടി, പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചവരാണ്, സഹകരിച്ചവരുണ്ട്. നാട്ടിലുള്ളവരുണ്ട്, പ്രവാസ ലോകത്തുള്ളവരുണ്ട്. അവർക്കെല്ലാം തന്നെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്തും ബർക്കത്തും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. സഹോദര സമുദായത്തിൽപ്പെട്ട പല ആളുകളും നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നു. അവർക്കും അള്ളാഹു ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ ജോലിയിലും കച്ചവടത്തിലൊക്കെ അള്ളാഹു നിയമത്ത് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. വീണ്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ മതപരമായ കാര്യങ്ങളിൽ ഉത്തരവിച്ചുകൊണ്ട് ആ സഹോദര്യം നിലനിർത്താനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ബന്ധപ്പെട്ട പല ആളുകളും ഇതിനുവേണ്ടി സ്ഥലം നൽകിയ ആളുകൾ, പൂർവ്വകാലത്ത് ഇതിനുവേണ്ടി സ്ഥലം നൽകിയും അതുപോലെ മദ്രസ നിർമ്മിക്കുന്നതിന് വേണ്ടി സഹകരിച്ച ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ പലരും മരണപ്പെട്ട കൂട്ടത്തിലുണ്ട്. അവർക്കെല്ലാം തന്നെ മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ.